മോളെ, അമ്മയ്ക്കിവിടെ പറ്റില്ല, ഞാനും നിന്റെ കൂടെ വരാം, ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അമ്മ വിളിച്ചു പറഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു സജിത. അമ്മയെ കൂട്ടിക്കൊണ്ടു വരണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോയേ പറ്റൂ, ഇനി ഒരിക്കലും ആ പടി കയറില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോണം എന്ന് കരുതി അച്ഛൻ തന്നെ ഓരോന്ന് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ മാറുമോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കി. പിന്നെ സങ്കടം വന്നു. അതുകൊണ്ട് തന്നെ ചിന്തകളെയെല്ലാം പാടെ മാറ്റി. അല്ലെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഒന്നും ഓർക്കാറില്ല ഇപ്പോൾ. വെറുതെ അവയ്ക്ക് തൻ്റെ കണ്ണുകൾ നിറയ്ക്കാൻ മാത്രമേ കഴിയൂ എന്നറിയാം. അപ്പോഴേക്കും അരവിന്ദ് സ്കൂളിൽ നിന്ന് വന്നിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ ചീത്ത കേൾക്കും. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് തല പൊണ്ണാക്കണ്ട എന്നെപ്പോഴും പറയും. ഒന്നാലോചിച്ചാൽ അവനെപ്പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. എന്തിനും എൻ്റെ കൂടെ നിന്നോളും. എൻ്റെ ഇരുത്തം കണ്ടിട്ട് അവനും ഏകദേശം ഊഹിച്ചെടുത്തിരുന്നു. എന്നോട് അടുത്ത് വന്ന് ചോദിച്ചു, വീട്ടിലേക്ക് വിളിച്ചൂല്ലേ എന്ന്. അല്ലെങ്കിലും വീട്ടിലേക്ക് വല്ലപ്പോഴും മാത്രമേ വിളിക്കൂ. പിന്നെ ഇതുപോലെ മൂഡൗട്ടായി ഇരിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചതിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞതും പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് അന്നേരം ഞാൻ പറഞ്ഞിരുന്നു അമ്മ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ കാര്യം. അത് കേട്ടതും അവൻ പറഞ്ഞു, അത് നല്ല കാര്യമാണല്ലോ എന്ന്, നമുക്ക് പോയി കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞു. ഞാനില്ല എന്ന് പറഞ്ഞതും അത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായിരുന്നു അവന്. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് അവൻ അമ്മയെ കൊണ്ടുവരാനായി പോയി. അമ്മയെയും കൂട്ടി ഇങ്ങോട്ട് വരും എന്നാലോചിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ മെല്ലെ സോഫയിൽ പോയിരുന്നു. അച്ഛനും അമ്മയും താനും അനിയനും കൂടിയുള്ള നല്ലൊരു ജീവിതം തന്നെയായിരുന്നു അതാദ്യം. തൻ്റെ കല്യാണം കഴിഞ്ഞു. അരവിന്ദ് ഒരു സ്കൂൾ ടീച്ചറാണ്, താനും അതെ. ഞങ്ങളുടെ കല്യാണം പെട്ടെന്നാണ് കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ അരവിന്ദിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു, അരവിന്ദിൻ്റെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞതും രണ്ടുപേരുടെയും സൗകര്യാർത്ഥം ഒരു ഫ്ലാറ്റ് എടുത്ത് ടൗണിലേക്ക് മാറി. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും തനിച്ചാണ് എന്നും പറഞ്ഞ് അനിയന് വിവാഹം നോക്കി. അവൻ ഗൾഫിലാണ്, അവിടെ നല്ല ജോലിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനാണ് അവനായിട്ടുള്ള പെണ്ണിനെ തെരഞ്ഞു കണ്ടുപിടിച്ചത്. പറയത്തക്ക ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത, അധികം വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പെണ്ണ്. ഞാൻ അച്ഛനോട് ഇങ്ങനെയൊരു കുട്ടിയെ വേണോ, കുറച്ച് പഠിച്ച ഒരാളെ പോരെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അവന് ഇഷ്ടമായെങ്കിൽ പിന്നെ ഇത് മതിയെന്ന് ഞാനും കരുതി. അവൻ വീഡിയോ കോളിലൂടെ മാത്രമേ ചിത്രയെ കണ്ടിരുന്നുള്ളൂ. ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കുട്ടി അധികം പഠിച്ചിട്ടില്ല എന്നും നിനക്ക് വേണമെങ്കിൽ പഠിച്ച ഒരു കുട്ടിയെ നോക്കാം എന്നും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞിരുന്നു, അച്ഛന് ഈ ബന്ധം എന്തോ നന്നായി ഇഷ്ടപ്പെട്ടു, ഇനി നമ്മളായിട്ട് എതിര് നിൽക്കേണ്ടല്ലോ എന്ന്. പിന്നെ ഞാനും അതിന് എതിർത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത തവണ അവൻ ലീവിന് വന്നപ്പോൾ ആ വിവാഹം നടന്നു. ആ വിവാഹം നടന്നതു മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അച്ഛനിൽ ഞാൻ കണ്ടിരുന്നു. ഒരു മരുമകളും ഭർത്താവിൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പോലെയല്ല എനിക്ക് തോന്നിയത്. എൻ്റെ സംശയം മറ്റൊരാളോട് പറയാൻ പറ്റാത്തതായതുകൊണ്ട് ഞാനത് ഉള്ളിൽ തന്നെ വെച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അത് അബോർഷനായി. അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ് വേണമായിരുന്നു. അമ്മ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അരവിന്ദിന് വലിയ താല്പര്യമില്ലെങ്കിലും ഈ സമയത്ത് എനിക്ക് റെസ്റ്റ് വേണമല്ലോ എന്ന് കരുതി അവനും സമ്മതിച്ചു. അമ്മായിയച്ഛൻ സോഫയിൽ വന്നിരിക്കുമ്പോൾ മടിയിൽ കയറിയിരിക്കുന്ന മരുമകൾ. ഇതൊന്നും എനിക്ക് അത്ര ദഹിക്കുന്നതായിരുന്നില്ല. എങ്കിലും അവളുടെ അച്ഛൻ അവളെ ചെറുപ്പത്തിൽ ഒരുപാട് കൊഞ്ചിച്ചതുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് എന്ന് ഞാൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛൻ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അച്ഛനെ കണ്ടപ്പോൾ ആ സ്ഥാനം കൽപ്പിച്ചു നൽകിയതാവാം എന്ന് ഞാൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. ഈ പെണ്ണ് ഇത്തിരി ഓവറാണ് എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലെ അമ്മയും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം അച്ഛൻ്റെ മടിയിൽ തലയും വെച്ച് അവൾ കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത്. വെറുതെ കിടക്കുകയായിരുന്ന അവളുടെ കൈകൾ അച്ഛൻ്റെ ദേഹത്ത് ഇക്കിളിയിടുകയും മറ്റും ചെയ്തിരുന്നു. എനിക്കെന്തോ അത് ദഹിക്കാത്തതുപോലെ തോന്നി. അന്നേരം അവളെക്കാൾ കൂടുതൽ എന്നോട് ദേഷ്യപ്പെട്ടത് അച്ഛനായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ കുഷ്ഠമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ മൗനം പാലിച്ചു. ഇനി പടി കയറില്ല എന്നും പറഞ്ഞ് ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങി. എനിക്കത് വല്ലാതെ മനസ്സിൽ തട്ടിയിരുന്നു. സ്വന്തം മരുമകൾക്ക് വേണ്ടി മകളെ തള്ളിപ്പറഞ്ഞ അച്ഛൻ. അന്ന് ഇറങ്ങിയതാണ് ആ പടി. പിന്നെ അരവിന്ദാണ് ആ പെണ്ണിനെപ്പറ്റി അന്വേഷിച്ചത്. അന്നേരം അറിഞ്ഞത് മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. ആ പെണ്ണിൻ്റെ വീട്ടിൽ അച്ഛൻ ഒരു നിത്യസന്ദർശകനായിരുന്നു അത്രേ. അവളുടെ അച്ഛൻ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ അവളെ വളർത്താൻ വേണ്ടി അവളുടെ അമ്മ പല വൃത്തികെട്ട മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മകളും. ഒടുവിൽ അച്ഛനെ മയക്കി ഞങ്ങളുടെ വീട്ടിൽ കയറിപ്പറ്റുകയായിരുന്നു അവൾ. അച്ഛനെ ഓർത്തതും ഒരു തരം അറപ്പാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയും ആളുകളുണ്ടോ? എനിക്ക് സങ്കടം കൂടി വന്നു.
ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിരുന്നില്ല. എങ്കിൽ പോലും ഇത് ഞങ്ങളോടും അമ്മയോടും ചെയ്യുന്ന തെറ്റായിരുന്നില്ലേ? ഞാൻ അനിയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ആദ്യം അവൻ എന്നോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ അമ്മയും കൂടി അവനോട് സംസാരിച്ചപ്പോൾ ചെറുതായി അവനെന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അങ്ങനെയാണ് പറയാതെ നാട്ടിൽ വന്നത്. അരവിന്ദേട്ടനെ അവന് വലിയ കാര്യമായിരുന്നു. അരവിന്ദ് കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവന് വിശ്വസിക്കാതിരിക്കാൻ തരമുണ്ടായിരുന്നില്ല. അവനും കൂടി ചെന്ന് വീണ്ടും ഒന്നുകൂടി അന്വേഷിച്ചു. എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി ചെന്നു. ഞങ്ങളെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ അവർ ഞെട്ടിയിരുന്നു. അവർ രണ്ടുപേരും കൂടി അവിടെ സുഖമായി ജീവിക്കുകയായിരുന്നു. അവളെ ഞങ്ങൾ അടിച്ചിറക്കി. അച്ഛനെ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവളോട് ഈ പടി കയറിയാൽ കാല് തല്ലിയൊടിക്കും എന്ന് പറഞ്ഞു. ഇനി അച്ഛനും ഭയമുണ്ടാകും. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെല്ലാവരും കൂടി ആ പടിയിറങ്ങി. ഇനിയൊരിക്കലും അച്ഛൻ ഞങ്ങളെ കാണാൻ വരരുത് എന്ന് താക്കീതും കൊടുത്തു. എല്ലാവരുടെയും ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് കഴിയുമോ എന്ന് പോലും സംശയം തോന്നി. ഞാനും അരവിന്ദും വളരെ ദൂരേക്ക് ട്രാൻസ്ഫറിന് ശ്രമിച്ചു. രണ്ടുപേർക്കും വലിയ ദൂരമില്ലാത്ത 2 സ്ഥലത്ത് മാറ്റം കിട്ടി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അമ്മയും അനിയനും കൂടെ വന്നു. അവിടെ അടുത്തടുത്ത് 2 ഫ്ലാറ്റ് മേടിച്ച് താമസം തുടങ്ങി. അവളെ വീണ്ടും അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വന്നു എന്നും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു വീട്ടിൽ നാട്ടുകാർ കണ്ടപ്പോൾ അവരെല്ലാം കൂടി ചോദ്യം ചെയ്തിരുന്നു എന്നും അതിൻ്റെ നാണക്കേടുകൊണ്ട് അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പലരിൽ നിന്നായി അറിഞ്ഞു. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരടഞ്ഞ അധ്യായമാണ്. അവർക്കിനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ചിലരെല്ലാം നിൽക്കേണ്ടിടത്ത് നിന്നാലേ ആ ബന്ധത്തിന് മനോഹാരിതയുണ്ടാവും. സ്വന്തം സുഖമോർത്ത് നിലവിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളതും കൂടി നഷ്ടപ്പെടും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.